സ്ത്രീകൾ ഗൃഹനാഥരായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നതിനുള്ള വിദ്യാധനം സ്കോളർഷിപ്പ് പദ്ധതിക്ക് ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ്. BPL വിഭാഗത്തിൽപ്പെട്ടവരും വനിതകൾ ഗൃഹനാഥരായ കുടുംബങ്ങളിലെ കുട്ടികൾക്കാണ് വിദ്യാധനം പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുന്നത്. 2024-25 വർഷത്തെ വിദ്യാധനം സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 15 ആണ്. ഓൺലൈനായിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് നൽകാൻ സാധിക്കുന്നത്. http://wcd.kerala.gov.in ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകേണ്ടത്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഭർത്താവ് മരിച്ചിട്ടുള്ളവർ, വിവാഹമോചിതരായിട്ടുള്ളവർ, ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ വനിതകളുടെ മക്കൾ, അതുപോലെ തന്നെ ഭർത്താവിനെ കാണാതായി 1 വർഷം കഴിഞ്ഞിട്ടുള്ള വനിതകളുടെ മക്കൾ തുടങ്ങിയവർക്കാണ് ഈ ഒരു ധനസഹായത്തിന് അർഹതയുള്ളത്. കൂടാതെ നിങ്ങൾ BPL കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കണം. അതുപോലെ തന്നെ പുനർവിവാഹം കഴിച്ചവർക്ക് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഭർത്താവിന് നട്ടെല്ലിന് ക്ഷതമേറ്റ് അല്ലെങ്കിൽ പക്ഷാഘാതം കാരണം ജോലി ചെയ്യുവാനും കുടുംബം പുലർത്തുവാനും കഴിയാത്ത വിധം കിടപ്പിലാണെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. നിയമപരമായ വിവാഹത്തിലൂടെ അല്ലാതെ അമ്മമാരായ വനിതകളുടെ മക്കൾക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കുടുംബത്തിലെ പരമാവധി 2 കുട്ടികൾക്ക് മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പിന് അർഹതയുള്ളൂ. സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. പ്രൈവറ്റ് സ്കൂളിലോ അല്ലെങ്കിൽ മറ്റ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലോ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്നതല്ല. 1 മുതൽ 5 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് വർഷം തോറും 3000 രൂപയും 6 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് വർഷം തോറും 5000 രൂപയും 11-12 ക്ലാസ്സുകൾ, അതായത് +1 +2 ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് വർഷം തോറും 7500 രൂപയുമാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ഡിഗ്രിയും അതിന് മുകളിലുമുള്ളവർക്ക് വർഷം തോറും 10000 രൂപയാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത്. മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ICDS സൂപ്പർവൈസറുമായി ബന്ധപ്പെട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.